പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം തിർമിദിയും മറ്റും ഉദ്ധരിച്ച വളരെ പ്രസിദ്ധമായ പ്രവാചക വചനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമി ലദ്ദാത്തിൽ മൗത്ത്. മനുഷ്യന്റെ എല്ലാ ജീവിത ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണമെന്ന യാഥാർത്ഥ്യത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം കേട്ടോ എന്നാണ്. രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ഒരു വിശ്വാസി മരണചിന്ത സദാസമയം മരണചിന്ത കൊണ്ടു നടക്കണം എന്നുള്ളതാണ്. രണ്ട്, മരണമെന്ന യാഥാർത്ഥ്യത്തിന്റെ ഒരു വസ്തുത പറയുന്നത് മനുഷ്യന്റെ എല്ലാ സുഖ സൗകര്യങ്ങളെയും ആസ്വാദനങ്ങളെയും ആഗ്രഹങ്ങളെയും തകർത്തു കളയും മരണത്തോടു കൂടി അവ എല്ലാം അവസാനിക്കും. എന്നിട്ട് പ്രവാചകൻ പറയെല്ലാം ദുരിതത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ മനസ്സിലേക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്ത വന്നാൽ ആ ജീവിതം അയാൾക്ക് ആശ്വാസം കൊടുക്കും എന്ന ആ ചിന്ത എന്ന് പറഞ്ഞാൽ, ദുരിതങ്ങളാണ്, പ്രയാസങ്ങളാണ്, ആ സമയം പഠിച്ചവനെ മരണത്തോടുകൂടി ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുമല്ലോ എന്ന ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നീട് ഒരു ആശ്വാസം കിട്ടുന്നു. ഇനി സുഖ സൗകര്യങ്ങളിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ മനസ്സിലേക്ക് മരണചിന്ത വന്നാലോ അയാളുടെ ജീവിതം അയാൾക്ക് അസ്വസ്ഥമാവും. പഠിച്ചവനെ മരിച്ച ഇതൊക്കെ തീരൂലോ, ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റൂലോ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് അയാളുടെ മനസ്സ് അസ്വസ്ഥമാകും എന്നർത്ഥം. അപ്പോ മരണചിന്ത എന്നുള്ളത് നമുക്ക് ശരിക്കും ഒരു ആശ്വാസം പകരുന്ന ഒരു ചിന്തയാണെന്ന്. അതുകൊണ്ടാണ് ആ ചിന്തയെ ധാരാളമായി നിങ്ങൾ ഓർക്കണമെന്നും സദാസമയം നിങ്ങളുടെ മനസ്സിൽ ആ ചിന്ത ഉണ്ടാകണമെന്നും ആ ചിന്ത മാത്രമാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു ആശ്വാസം പകരുന്ന വസ്തുത എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുകയും ഓരോ മരണവാർത്തകളും കേൾക്കുമ്പോഴും കാണുമ്പോഴും പങ്കെടുക്കുമ്പോഴും ഒക്കെയും നമ്മുടെ മനസ്സ് ആ രൂപത്തിൽ പാകപ്പെടാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.